റമദാനാണ്. നമ്മളേറെ പ്രതീക്ഷിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ നമ്മുടെ മുന്നിൽ വരാനുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് റജബ് എന്ന അല്ലാഹു തആല പവിത്രമാക്കിയ മാസത്തിലാണ്. ഈ മാസം അൽ അഷ്ഹുറുൽ ഹുറും എന്നറിയപ്പെടുന്ന 4 വിശുദ്ധമായ മാസങ്ങളിൽ ഒന്നാണ്. 4 വിശുദ്ധമായ പവിത്രമായ മാസങ്ങൾ എന്നുള്ളത് ഒന്ന് റജബാണ്, മറ്റൊന്ന് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഇങ്ങനെയുള്ള 3 മാസങ്ങൾ കൂടിയാണ്. ഈ റജബ് ഇത് പവിത്രമായ ഒരു മാസമാണെന്ന് കഴിഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ചതുപോലെ ചില പ്രത്യേകമായ സ്പെഷ്യൽ ആരാധനകൾ കൊണ്ട്, ചില ബിദ്അത്തുകൾ നടത്തിക്കൊണ്ട് ഈ മാസത്തെ നോക്കിക്കാണാറുണ്ട്. ചില പ്രത്യേകമായ ബലികർമ്മങ്ങൾ, പ്രത്യേകമായ രാവുകളിലെ നിസ്കാരങ്ങൾ, പ്രത്യേകമായി നോമ്പുകൾ. എടുത്തു പറയുന്നത് മിഅ്റാജ് എന്ന പേരിൽ നടക്കുന്ന ഒരു നോമ്പാണ് മിഅ്റാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് ചെയ്തത് ആകാശാരോഹണം നടത്തിയത് റജബിലാണെന്നും അതുകൊണ്ട് അന്ന് നോമ്പെടുക്കണമെന്നൊക്കെയുള്ള തെറ്റായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രചരിച്ച ഒരു ബിദ്അത്താണത്. നമുക്കറിയാം ഇസ്ലാമിൽ ബിദ്അത്തിന്റെ ഗൗരവം എന്നുള്ളത്. നമ്മൾ ഒരിക്കലും നോമ്പ് അനുഷ്ഠിക്കുന്നതിനെയോ നിസ്കാരത്തിനെയോ നിരുത്സാഹപ്പെടുത്തുന്നതല്ല. ശറഇൽ അംഗീകരിച്ച ആരാധനകളെ പ്രോത്സാഹിപ്പിക്കുന്നവരും പരമാവധി അത് അനുഷ്ഠിക്കണം, കഴിയാത്തതിന്റെ പേരിൽ കുറ്റബോധമുള്ളവരുമാണ് നമ്മൾ. വീഴ്ച വരുത്തുന്നതിൽ ഖേദിക്കുന്നവരുമാണ് നമ്മൾ. നമുക്കൊന്നും കഴിയുന്നില്ലല്ലോ, പരമാവധി നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ. പക്ഷെ ബിദ്അത്തുകൾ, ഇസ്ലാം പഠിപ്പിക്കാത്ത, പ്രമാണങ്ങൾ സ്ഥിരപ്പെടാത്ത അനാചാരങ്ങൾ, അത് ഒരിക്കലും നമ്മൾ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. അതിലൂടെ ഒരു വ്യക്തി നന്മ നേടുന്നില്ല. ഒരാൾ അങ്ങനെ ബിദ്അത്തായ ഒരു നോമ്പെടുത്താൽ അയാൾ അതിന്റെ കൂലിയല്ല നേടുന്നത്, ബിദ്അത്ത് ചെയ്തതിന്റെ ശിക്ഷയാണ് നേടുന്നത്. ഹറാം, ബിദ്അത്തിന്റെ വിധി ഹറാമാണ്, നിഷിദ്ധമാണ്. അത് ചെയ്യുന്നതിലൂടെ അയാൾ കുറ്റം നേടുന്നു. അന്നൊരു സ്പെഷ്യൽ ബലികർമ്മം നടത്തിയാൽ അയാൾ ആ ബലികർമ്മത്തിലൂടെ ഒരു ആടിനെയോ കോഴിയോ തന്നെ മാംസം സ്വതക്ക ചെയ്താലും സ്വതക്കയുടെ കൂലിയല്ല, ബിദ്അത്തിന്റെ കുറ്റമാണ് അയാൾ വാങ്ങുന്നത്. പ്രത്യേകമായി അന്ന് സ്പെഷ്യൽ നിസ്കാരങ്ങൾ ഉണ്ടാക്കിയാൽ നിസ്കാരത്തിന്റെ കൂലിയല്ല കിട്ടുക, ശിക്ഷയാണെന്ന് കിട്ടുക, കുറ്റമാണ് അയാൾ സമ്പാദിക്കുക, കാരണം ബിദ്അത്തായതുകൊണ്ട്. അതുകൊണ്ട് സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് ഉമ്മത്തിന് അനിവാര്യമാണ്. ഇരു ലോകത്തും വിജയത്തിന് നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം അനാചാരങ്ങളെ കരുതിയിരിക്കുക. ഈ മാസത്തിൽ നമ്മൾ ചെയ്തു വരുന്ന ആരാധനകൾ അത് തുടർത്താം. പവിത്രമായ ഒരു മാസം എന്ന നിലയ്ക്ക് നന്മകൾ വർദ്ധിപ്പിക്കാം. പക്ഷേ ഇങ്ങനെ സ്പെഷ്യലായി ചില ദിവസങ്ങളെ കണ്ടുപിടിക്കുക, അതിൽ ചില ആരാധനാ കർമ്മങ്ങൾ നടത്തുക, ഇത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ മാസത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ബിദ്അത്തിൽ നിന്നും നമ്മുടെ ഉമ്മത്തിനെ മുക്തമാക്കുമാറാകട്ടെ. പരിപൂർണമായി സുന്നത്തിൽ അധിഷ്ഠിതമായ